യഹ്യാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈഡ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1.5 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ചെറിയ പീസുകളായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലൊരു മിക്സിയിലേക്ക് 1 കപ്പ് മൈദാമാവ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 കപ്പ് കോൺഫ്ലവറിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചതും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഒരു 10-15 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തതാണ്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത്, ഇതെല്ലാം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് മയോനൈസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടയിൽ നിന്ന് മേടിക്കുന്നതാണ്. അപ്പോൾ അതൊരു 2 ടേബിൾ സ്പൂൺ കണക്കിന് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ വിനീഗർ, ആവശ്യത്തിന് ഉപ്പ്. ഇനി 1 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇതിനെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ അടിച്ചെടുക്കുന്നതിന് മുമ്പായിട്ട് 1 സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. കാരണം അതിൻ്റെ അടിക്ക് ഇട്ട് കൊടുത്ത മാവിൻ്റെയൊക്കെ അടിയിലേക്ക് വെള്ളം ഒന്ന് പോയി കിട്ടണം. എന്നാൽ മാത്രമേ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ദാണ്ടേ ഇതുപോലെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ പീസിലേക്ക് നമുക്കിതൊന്ന് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ അരപ്പൊക്കെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്കൊരു സ്പൂൺ വെച്ചിട്ടോ കൈ വെച്ചിട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കാരണം ചിക്കൻ പീസിലൊക്കെ നന്നായിട്ടൊന്ന് പറ്റി കിട്ടണം. ഇനി ഇതിനെ നമുക്കൊരു 2 മണിക്കൂർ ഫ്രിഡ്ജിൽ ഒന്ന് അടച്ച് വെച്ച് ഒന്ന് സെറ്റ് ആവാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇവിടെ ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇതുപോലൊരു പാനിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ എണ്ണ ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ഇതുപോലെ ഓരോരോ പീസുകളായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് ഇട്ട് കൊടുക്കരുത്. കാരണം ഇതിൽ നമ്മൾ മാവൊക്കെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഒരുമിച്ച് ഇടുമ്പോഴേക്കും ഒട്ടിപ്പിടിച്ച് പോകും. അപ്പോൾ ഒരു 3-4 പ്രാവശ്യമായിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഫസ്റ്റ് ഞാനിതൊന്ന് ഇട്ടതിന് ശേഷം ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കുകയാണ്. ഒരു 5 മിനിറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതിനെ ഒന്ന് തിരിച്ചു കൂടെയൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം. കുറച്ചുകൂടെ ഒരു കളർ വരുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് ഇതിനെ ഒന്ന് കോരി മാറ്റണം. നല്ല ടേസ്റ്റാണിത്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. നിങ്ങൾ കുട്ടികൾക്ക് ഇതൊന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ എണ്ണയിൽ നിന്ന് കോരി മാറ്റുകയാണ്. അപ്പോൾ ഇത് കോരി മാറ്റിയതിന് ശേഷം നമുക്കിനി ബാക്കിയിരിക്കുന്നത് ഇതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അടുത്തത് ഇതുപോലെ തന്നെ നിങ്ങളൊന്ന് ചെയ്തെടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മളെ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.